ഹായ് ഫ്രണ്ട്സ്, ഡോൺ ഡേല്ല വരുന്നത് സാക്ഷാൽ മമ്മൂട്ടി സ്പിരിറ്റിൽ പ്രഭാസിന്റെ അച്ഛനായി മെഗാസ്റ്റാർ. ഏറെ സവിശേഷം നിറഞ്ഞാണ് പ്രഭാസിന് ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് സ്പിരിറ്റ് എന്ന ചിത്രം. ഓക്കെ, അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അനിമലിന്റെ ഡയറക്ടറാണ് നമ്മുടെ സന്ദീപ് റെഡ്ഡി വങ്ക ആണ് ഒരുക്കുന്ന ഈ സിനിമ. ഓക്കെ, സ്പിരിറ്റിൽ കൊറിയൻ താരമായിട്ടുള്ള ഡോളിയാണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് കഴിഞ്ഞാൽ ഈ ചിത്രം ഒരു പാൻ ഏഷ്യൻ ചിത്രമായി പുറത്തിറക്കാനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ഡോളി കൊണ്ടുവരുന്ന ആലോചിക്കുന്നുണ്ട് അവർ. ഓക്കെ, കൂടാതെ അതിന്റെ തന്നെ കൊറിയന്റെ ഒരു സ്റ്റെന്റ് കോറിയോഗ്രാഫറെയും ഇതിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിൽ ഡോളി എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല കേട്ടോ. അവരിങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി അഭിനയിക്കുന്ന ഒരു ന്യൂസ് കൂടി ഉണ്ട്. എന്നാലും പക്ഷെ ഇതിലും ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഏജന്റ് എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി തെലുങ്കിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നതാണ്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം പ്രഭാസ്, പിന്നെ എന്താ പറയാ, നമ്മുടെ സന്ദീപ് റെഡ്ഡി വങ്ക, അങ്ങനെയൊക്കെ ഈ പടത്തിന് മുതൽ മുടക്കുന്ന ഒരു ഉദ്ദേശിക്കുന്നത് 300 കോടി രൂപയാണ്. ഓക്കെ, പക്ഷെ ഡോളിലെല്ലാം വരുമ്പോൾ ഈ 300 കോടി ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല ഡോളിലേക്ക് വരുമ്പോൾ. ഓക്കെ, പിന്നെ ഇതിന്റെ തന്നെ മമ്മൂട്ടി ഈ പടത്തിൽ ഈ പ്രഭാസിന് അച്ഛനായിരിക്കും വരുന്ന സൂചന പറയുന്നു. ഓക്കെ, പക്ഷെ പുറത്തു വരുന്ന ഈ റിപ്പോർട്ട് സൂചന മാത്രമേ ഉള്ളൂ. പക്ഷെ മമ്മൂട്ടി പ്രഭാസിന് അച്ഛനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം മമ്മൂട്ടി വളരെ കണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സെലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ മമ്മൂട്ടി പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷെ മമ്മൂട്ടി അങ്ങനെ ചുമ്മാ പോയി ക്യാഷിന് വേണ്ടി ഒരു സ്ക്രീനിൽ പോയി നിൽക്കാനുള്ള മമ്മൂട്ടിക്ക് ആവശ്യമില്ല. മമ്മൂട്ടി അതിന്റെ ആവശ്യപ്പെടുന്ന വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ ആൾക്ക് എന്തുവേണം ചെയ്യാലോ. പക്ഷെ ആൾക്ക് അവിടെ സ്പേസ്, ആൾ കാര്യമായിട്ട് എന്ത് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ മമ്മൂട്ടി അവിടെ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷെ മമ്മൂട്ടി ചുമ്മാ കയറി എന്താ പറയാ, മറ്റുള്ള ചെയ്യുന്ന പോലെ അവിടെ പോയി സെക്കൻഡ് റോളിലേക്ക് മാറാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. കാരണം അവിടെ നായകര കഥാപാത്രമായി ചെയ്യുന്ന വ്യക്തി എന്തിനാണ് ഒരു അച്ഛൻ കഥാപാത്രത്തിലേക്ക് പോകുന്നത് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് മമ്മൂട്ടിക്ക് അത്ര ഉണ്ടോന്ന് അറിയില്ല. എന്നാലും മമ്മൂട്ടി വരികയാണെങ്കിൽ കുറച്ചുകൂടി സൂപ്പർ ആയിരിക്കും. കാരണം നമ്മുടെ മെഗാസ്റ്റാർ അതിന്റെ ഒരു വേറൊരു തലത്തിൽ എങ്ങനെയാണ് അനിമലിന്റെ ഡയറക്ടർ സന്ദീപ് റെഡ്ഡി വങ്ക അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ ആശ്ചര്യമാണ്. കാരണം അദ്ദേഹം കുറച്ചുകൂടി എന്താ പറയുക, ഒരു വയലൻസ് ബേസിലായിരിക്കും അദ്ദേഹം സിനിമ മാക്സിമം എല്ലാ സിനിമയിലും, അല്ലെങ്കിൽ ഒരു സ്ത്രീ വിരുദ്ധം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ മെയിൻ. പക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ മമ്മൂട്ടി വലിയ സാധനം സ്ത്രീ വിരുദ്ധതയൊക്കെ വരുമ്പോൾ മമ്മൂട്ടിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇവിടെ വിപ്ലവകരമായി പല തീരുമാനം എടുക്കുന്ന വ്യക്തിയല്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, എന്തെങ്കിലും പടം വരട്ടെ, പടം വരുമ്പോൾ കാണാം. എന്തായാലും ഇനി വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.